നമസ്കാരം. ഞാൻ ഡോക്ടർ മനോജ് പ്രതാപൻ. അമൃത ഹോസ്പിറ്റലിലെ കണ്ണിൻ്റെ വിഭാഗത്തിലെ ഡോക്ടറാണ്. ഞാനൊരു ഗ്ലോക്കോമ സ്പെഷ്യലിസ്റ്റാണ്. മാർച്ച് 8 തീയതി മുതൽ ഗ്ലോക്കോമ വാരമാണ്. ആ വാരാചരണത്തിൻ്റെ പരിമിതമായിട്ട് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഗ്ലോക്കോമയെ പറ്റി ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഗ്ലോക്കോമ? ഗ്ലോക്കോമ ഒരു സൈലൻറ്റ് തീഫ് ഓഫ് വിഷനാണ്. കണ്ണിൻ്റെ അകത്തെ മർദ്ദം കൂടി കണ്ണിൻ്റെ ഞരമ്പിന് കേടുവന്ന് കാഴ്ചയെ പതുക്കെ പതുക്കെ നശിപ്പിക്കുന്ന ഒരു അസുഖമാണ് ഗ്ലോക്കോമ. പലപ്പോഴും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാത്തതുകൊണ്ട് സൈലൻറ്റ് തീഫ് എന്ന് പറയും. അപ്പോൾ രോഗലക്ഷണങ്ങളില്ലാത്തതുകൊണ്ട് രോഗിക്ക് ഇത് കാഴ്ച കുറവായിട്ട് അനുഭവപ്പെടാത്തതുകൊണ്ട് വളരെ വൈകി ഞരമ്പ് നന്നായിട്ട് നശിപ്പിച്ചതിന് ശേഷം, കാഴ്ച ഒത്തിരി കുറഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ബുദ്ധിമുട്ട് പേഷ്യൻ്റ് ഉണ്ടാകുകയും പിന്നെ ഡോക്ടറെ അടുത്ത് വരികയും ഈ രോഗനിർണയം സംഭവിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് വരാതെ ഇതുമൂലം കാഴ്ച കുറയാതെ നോക്കണമെങ്കിൽ നമ്മൾ ഇതിനെ ഏർലി ഡിറ്റക്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഗ്ലോക്കോമ സ്ക്രീനിങ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലോക്കോമ വരാൻ സാധ്യതയുള്ള ആൾക്കാർ, ഫാമിലി ഹിസ്റ്ററി ഗ്ലോക്കോമ ഉള്ളവരും ഒരു 40 വയസ്സിന് മുകളിലുള്ളവരും വർഷത്തിലൊരിക്കൽ കണ്ണിൻ്റെ പ്രഷർ നോക്കുകയും ഗ്ലോക്കോമ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യുക. ഏതൊരു ഒഫ്താൽമോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാലും ഇത് വളരെ ഈസി ആയിട്ട് നേത്ര പരിശോധനയിലൂടെ ഇത് നിർണ്ണയിക്കാൻ പറ്റുന്നതാണ്. എന്തിനാണ് ഇങ്ങനൊരു വാരാചരണം? ഗ്ലോക്കോമ ഒരു സൈലൻറ്റ് തീഫ് ഓഫ് വിഷൻ ആയതുകൊണ്ട് പബ്ലിക്കിന് ഇതിനെ പറ്റിയിട്ട് ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. ഗ്ലോക്കോമയെ പറ്റി അറിയുക, ആര് സ്ക്രീൻ ചെയ്യണമെന്ന് അറിയുക. അങ്ങനെയുള്ളവർ മുന്നോട്ട് വന്ന് ഇത് ടെസ്റ്റ് ചെയ്ത് ഈ രോഗം കണ്ടുപിടിച്ചാൽ വളരെ ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ട്രീറ്റ്മെൻറ്റിന് പല പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് തുള്ളിമരുന്നുണ്ട്, ലേസറുണ്ട്, സർജറി ഉണ്ട്. ഇതിനകത്ത് മജോറിറ്റി ആൾക്കാർക്കും തുള്ളിമരുന്ന് മതിയാവും. വളരെ ഈസി ആയിട്ട് കണ്ണിൽ ഡ്രോപ്സ് ഒഴിച്ച് പ്രഷർ നിയന്ത്രിച്ച് രോഗം വഷളാവാതെ നമുക്ക് ചികിത്സിക്കാൻ പറ്റും.